കോളിവുഡിലും ബോളിവുഡിലും കിടിലൻ ലൈനപ്പുകളുമായി പാൻ വേൾഡ് സ്റ്റാർ ആവാൻ തയ്യാറായി സൂര്യ. തമിഴ് സിനിമയിലെ ദളപതിയിൽ നിന്ന് ഇനി രാഷ്ട്രീയത്തിൽ ദളപതിയാവാൻ ഒരുങ്ങി വിജയ്. നോക്കാം ഇവരുടെ പുത്തൻ വിശേഷങ്ങൾ. ഇപ്പോൾ തമിഴ് സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ തമിഴ് സിനിമയാണ് നടിപ്പിൻ നായകൻ സൂര്യയുടെ കങ്കുവ. പാൻ ഇന്ത്യൻ പടം എന്ന് പറയാൻ കാരണം ചിത്രം ഇംഗ്ലീഷ് ഉൾപ്പെടെ 10 ഭാഷകളിലായാണ് റിലീസിനൊരുങ്ങുന്നത്. അതുമാത്രമല്ലാതെ 3Dയിലാണ് ചിത്രം റിലീസ് ഉണ്ടാവുക. സൂര്യയുടെയും ഡയറക്ടർ ശിവയുടെയും കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരിക്കും ഇത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ പടമായിരിക്കും. ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായ ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയ്ക്ക് ആഫ്റ്റർ ഷൂട്ട് വർക്കുകളാണ് കൂടുതലെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. വർക്ക് നടക്കുന്ന IG സ്റ്റുഡിയോയിൽ സൂര്യ ചെന്നതിൻ്റെ ഫോട്ടോസ് അവർ ട്വീറ്റ് ചെയ്തിരുന്നു. അതുമാത്രമല്ലാതെ ഈ സിനിമയുടെ ഡബ്ബിംഗ് വർക്കും ആരംഭിച്ചിട്ടുണ്ട്. പീരിയോഡിക് പോർഷൻസിലെ പ്രത്യേക രീതിയിലുള്ള സ്ലാങ്ങിനായി ലിറിസിസ്റ്റ് മദൻ കാർത്തിയും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സൂര്യയോടൊപ്പം നിൽക്കുന്നതായി കുറച്ച് ദിവസം മുമ്പ് ഫോട്ടോസ് വന്നിരുന്നു. ഒക്ടോബറിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകൾ. മിക്കവാറും ദീപാവലി റിലീസാവാനാണ് സാധ്യത. ഇതുവരെ പുറത്തുവിട്ട ഗ്ലിംസുകളിലും പോസ്റ്റുകളിലും വന്ന ഗെറ്റപ്പ് അല്ലാതെ സൂര്യ വേറെയും ഗെറ്റപ്പിൽ വരുന്നുണ്ടെന്നും പീരിയോഡിക് പോർഷൻസ് എല്ലാം വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ടെന്നും അടുത്തു കൊടുത്ത ഇൻ്റർവ്യൂവിൽ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ധനഞ്ജയൻ പറഞ്ഞിരുന്നു. 2022 എതിർക്കും ദുരിതവൻ എന്ന സിനിമയ്ക്ക് ശേഷം വിക്രം സിനിമയിലെ റോളക്സ് ക്യാമിയോ അല്ലാതെ സൂര്യയുടേതായ ഒരു ചിത്രം വന്നിട്ടില്ല. ബാലചിത്രമായ വണങ്കാൻ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് മാസങ്ങൾ പോയതും പിന്നെ കങ്കുവയുടെ ലോങ് ഷെഡ്യൂൾ, സൂര്യയുടെ പരിക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നീണ്ടുപോകുന്നതുമെല്ലാമാണ് കാരണങ്ങൾ. എന്നാൽ ഇനി അങ്ങോട്ട് സൂര്യയുടെ കരിയറിലെ തന്നെ മികച്ച ഒരു കാലഘട്ടമാവാനാണ് സാധ്യത. കാരണം അത്രയ്ക്ക് നല്ല ലൈനപ്പുകളാണ് സൂര്യയ്ക്ക് ഇനി വരാനിരിക്കുന്നത്. ഫെബ്രുവരി ലാസ്റ്റിലായി ഷൂട്ട് ആരംഭിക്കുന്ന ബോളിവുഡ് ചിത്രം കർണ ബോണി കപൂർ പ്രൊഡക്ഷൻസിൽ ബാഗ് മിൽക്ക ബാഗ്, രംഗദേ ബസന്തി തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഓം പ്രകാശ് മെഹ്റയാണ് സംവിധായകൻ. 500 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ചിത്രം 2 ഭാഗങ്ങളായാണ് റിലീസാവുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി സുധാ കൊങ്കരപ്പടം പുറന്നാനൂറ് ആ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും. അതിനുശേഷം വാടിവാസൽ, റോളക്സ്, ഫുൾ ഫ്ലെഡ്ജ് മൂവി, വിക്രം 2, ഇരുമ്പുക്കൈ മായാവി, അങ്ങനെ എല്ലാം പ്രതീക്ഷയുള്ള പ്രൊജക്റ്റുകൾ. അങ്ങനെ ഇനി ബോക്സ് ഓഫീസിലും വമ്പൻ തിരിച്ചുവരവിനായി തയ്യാറാവുകയാണ് സൂര്യ. എന്നാൽ നേരെ മറിച്ചാണ് ദളപതി വിജയുടെ കാര്യങ്ങൾ. ഇപ്പോൾ തമിഴ് ബോക്സ് ഓഫീസിൽ പീക്കിൽ നിൽക്കുന്ന ഈ സമയത്ത് സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് രാഷ്ട്രീയത്തിലേക്ക്. ഇതിനിടയിൽ വിജയ് സിനിമ അഭിനയം നിർത്തുന്നു എന്നെല്ലാം ഒരു ഫേക്ക് ന്യൂസ് വന്നിരുന്നു. എന്നാൽ ദളപതി 68, 69 ഇപ്പോൾ ലിയോ 2വിനെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നു എന്ന് ലോകേഷ് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ദളപതി 68 ദ ഗോട്ട് മൂവിയുടെ ഡയറക്ടർ പുതിയ ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് AI ടെക്നോളജി ഉപയോഗിച്ച് മരിച്ചുപോയ നടൻ ക്യാപ്റ്റൻ വിജയകാന്തിനെ ഒരു സീനിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്മതിച്ചാൽ സിനിമയിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടാവുമെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതിനെതിരെ പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും ധാരാളം വരുന്നുണ്ട്. എന്തായാലും അങ്ങനൊരു സീൻ തിയേറ്ററിലുണ്ടെങ്കിൽ അത് ഫാൻസുകാർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. എന്തായാലും അധികം വൈകാതെ അവരുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ദളപതി 68 ശേഷം ദളപതി 69 അത് സംവിധാനം ചെയ്തതാര്? ഒരുപാട് ചർച്ചകളുണ്ടാക്കിയ വിഷയമായിരുന്നു ഇത്. കാരണം ഈ ചിത്രം കഴിഞ്ഞ് വിജയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. സോ അതിനു മുൻപ് ചെയ്യുന്ന സിനിമ അത്രയ്ക്ക് ഹെവിയായ പടമാക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ പേരുകൾ വന്നിരുന്നു. കാർത്തിക് സുബ്രാജ്, H വിനോദ്, വെട്രിമാരൻ, എന്തിനധികം അവസാനം ത്രിവിക്രമായിരിക്കും എന്നുവരെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വീണ്ടും വെട്രിമാരൻ്റെ പേരാണ് വരുന്നത്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും സൂര്യയുടെ ആയാലും വിജയുടെ ആയാലും കരിയറിലെ നല്ലൊരു ചേഞ്ചിങ് ടൈമായിരിക്കും 2024, 2025. രണ്ടുപേരുടെയും വേറിട്ടൊരു ഡയമെൻഷനായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് കാത്തിരിക്കാം.